വീട്ടിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനത് കഴിക്കാൻ നിന്നില്ല. ഞാൻ നേരെ കൊല്ലത്ത് പോയിരുന്നു. കുരിശടിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒരു യാത്രയുടെ ഭാഗമായി ഞാൻ കൊല്ലത്ത് നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്നൊരു ഫുഡ് കഴിക്കാം. അങ്ങനെ പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. നല്ല സൂപ്പർ ഫുഡ്. അവിടെ ഒരു വനിതാ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. സാധാരണ അവിടെയായിരുന്നു തിരക്ക്. 20 രൂപയുടെ ഊണുണ്ടായിരുന്നു. അത് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. ആദ്യം ഒന്ന് കയറണമെന്ന് അമ്മാന്തിച്ചെങ്കിലും കയറിയപ്പോൾ നല്ല വൃത്തിയുള്ള ഇരിപ്പിടങ്ങളും നല്ല വൃത്തിയും തിരക്കും കുറവ്. ആൾക്കാരെ അറിഞ്ഞറിഞ്ഞ് ഊണ്ട സമയം വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അവിടെ എത്തി. 12:45 1 മണി ആകുന്നതേ ഉള്ളൂ. നല്ല വറുത്ത മീനും കൂട്ടി ഉപ്പേരിയും നാരങ്ങാച്ചാറും പച്ചടിയും സാമ്പാറും മീൻചാറും മോരും രസവും കേട്ട് നല്ലൊരു സൂപ്പറുണ്ട്. ആ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അതുപോലെ മീൻ ചീലാവായിരുന്നു. എന്നാ രുചിയാണ് അമ്മോ. കഴിച്ചിട്ട് നല്ല കിരാ നല്ല ക്രിസ്പി മീൻ. മാവ് മുക്കിയൊന്നും പൊരിച്ചതല്ല, ഡയറക്റ്റായിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ശക്തിയുളകരയിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ മീനാണത്. ചീലാവാണ്. നാരങ്ങാച്ചാറും അതുപോലെ തന്നെ. ഒന്നിനും അധികം ഉപ്പില്ല, എന്നാൽ ഉപ്പില്ലാതെയുമില്ല. നോർമൽ ടേസ്റ്റ്. വീട്ടിൽ വെച്ച ഊൺ തന്നെ. ഇതൊക്കെയാണ് വീട്ടിൽ വെച്ച ഊണ്. ആ മീൻചാറ് കൂട്ടി ചോറുണ്ടല്ലോ, വീണ്ടും നമ്മൾ ചോറ് വാങ്ങിപ്പോവും. അതുപോലെ തന്നെ നടന്നു. ഡയറ്റിങ്ങും മണ്ണാങ്കട്ടയെല്ലാം ഞാൻ മാറ്റി വെച്ച തടി ഇനി വന്നാലെന്ത് കുറഞ്ഞാലെന്ത്, എനിക്കിപ്പോൾ കഴിച്ചേ പറ്റും എന്നൊരു ചിന്തയിലേക്ക് ഞാൻ അവിടെ എത്തി. മീൻ വീണ്ടും ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, മോനെ അല്പം ചോറ് കൂടി. ഓ വേണ്ട ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞിട്ട്, ആ മീൻചാറ് കൂട്ടിയിട്ടൊരു പിടി പിടിച്ചപ്പം വീണ്ടും ചേട്ടന് മനസ്സിലായി. ചേട്ടൻ ചോറിട്ടുകൊണ്ടേയിരുന്നു. അപ്പം മതി ചേട്ടാ, അല്പം കൂടി ഇട്ടു. വേണ്ടെന്ന് പറഞ്ഞാലാണ്. കുറച്ചുകൂടി ഇട്ടോ. അങ്ങനെ ഇട്ടു. എൻ്റെ രാമൻകുട്ടി അടുത്തിരിക്കുന്നവൻ്റെ ഇലയിൽ എന്തായാലും കഴിക്കേണ്ടി വന്നില്ല. അങ്ങനെ വറുത്ത മീനെ ഞാനൊരു പരുവാക്കി. അതിനോടൊപ്പം മീൻചാറ് ഒഴിച്ച് ഒരു പിടി. സ്ഥലം കൃത്യമായിട്ട് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കുരിശടിയോട് ചേർന്ന് കാണുന്ന ആ ചുവപ്പ് പരസ്യമുള്ള കടയാണ്. കുഴിമന്തി എന്നൊക്കെ എഴുതിയ കട. നേരെ താഴേക്ക് വരുമ്പോൾ ബോട്ട് സ്റ്റേഷനാണ്. ആലപ്പുഴ കൊല്ലം ബോട്ടിയെട്ടിയാണത്. അവിടെ നോക്കുമ്പോൾ ആ കാണുന്ന ചുവപ്പ് ഡിസ്പ്ലേ ഉള്ള കുരിശടിയോട് ചേർന്ന സ്ഥാപനമാണത്. ഞാൻ അതിനുശേഷം ബോട്ടിയെട്ടി വന്നിരുന്നു. അല്പനേരം അവിടെ വെറുതെ ഇരുന്നു റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് വെച്ചു. നല്ല കാറ്റാണ് അവിടെ. അപ്പോൾ അവിടെ വെച്ചൊരു ബ്രോയെ പരിചയപ്പെട്ടു. അത് ചങ്ക് ബ്രോ ആയി. ആ ബ്രോ പറഞ്ഞു, എനിക്ക് എന്തോ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, മുഖം കാണുമ്പോൾ ഒരു വിഷമം പോലെ. ഞാൻ പറഞ്ഞ ജീവിതമല്ലേ. ബ്രോ എൻ്റെ സബ്സ്ക്രൈബറായി. ബ്രോയുടെ റെക്കമെൻഡേഷൻ പോലെ അവിടെ നിന്നൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. സൂപ്പർ നാരങ്ങ വെള്ളം സോഡ. ഒന്നവിടെ പോകുമ്പോൾ ട്രൈ ചെയ്യണേ. നല്ല ചായയാണ് അവിടെ, നല്ല വൃത്തിയുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കായലിൽ നിന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. എന്നാൽ ശരി മക്കളെ, ബായ്.